നമസ്തേ. ഇന്നലെ ഡബിൾ ബാരൽ ചാനല് ഒരു ചെറിയ ഒരു വീഡിയോയുമായി നിങ്ങളടുത്ത് വന്നിരുന്നു. നിങ്ങളോട് സംസാരിച്ചിരുന്നു. നമ്മുടെ 2 കലാകാരന്മാർ കേരളത്തിൽ ഇന്നലെ ഉണ്ടാക്കിയ ചെറിയ പ്രശ്നങ്ങൾ. രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ, അദ്ദേഹത്തിനുണ്ടായ ചില എന്തോ വിഷമം കൊണ്ട് അയാൾ ആ സമയത്ത് അയാൾക്ക് മൊമെന്റം കൊടുക്കാൻ വന്ന ആസിഫ് അലിയോട് മോശമായി പെരുമാറി. അത് സത്യം തന്നെയാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെ അദ്ദേഹം വളരെ മോശമായിക്കൊണ്ട് അവിടെ ഒരു പെരുമാറ്റം ഉണ്ടായി. ആ പെരുമാറ്റത്തില് കേരളത്തിലെ കലയെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രതികരിച്ചു. വളരെ ആരോഗ്യപരമായ പ്രതികരണമായാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ചില പത്രങ്ങൾ മാത്രം അതിനെ ഒരു വർഗീയ ചൊയ്യൊക്കെ കൊടുത്ത് അതൊന്ന് കുത്തിപ്പൊന്തിച്ച് ഒരു 10 ദിവസം ഒരു എന്താ പറയണ്ടേ, അന്തിച്ചർച്ചയ്ക്കുള്ള ഒരു വകുപ്പിലേക്ക് അങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇന്ന് രാവിലെ അവർ തമ്മിൽ സംസാരിക്കുകയും അവർ തമ്മിൽ തന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് അവരൊരു തീരുമാനത്തിലെത്തി അതിനെ അങ്ങ് മറക്കാം എന്നുള്ള ഒരു വലിയ ഒരു 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 നിശ്ചയത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു. അത് വളരെ ആരോഗ്യപരമായ ഒരു സംഗതി തന്നെയാണ്. ഇന്ന് രാവിലെ ആസിഫ് അലി ഒരു പത്രസമ്മേളനമല്ല, അയാൾ ഒരു കോളേജിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് അവിടെ എല്ലാ പത്രക്കാരുണ്ടായിരുന്നു. അദ്ദേഹം എന്തോ പനിച്ചൊക്കെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്നലെയൊന്നും അയാൾ ഉച്ചവരെ ഈ നടന്ന പ്രശ്നങ്ങളൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആണ് അറിയുന്നത്. അപ്പോൾ വല്ലാതെ ഇയാൾക്ക് ഫോണുകൾ വരാൻ തുടങ്ങി. ഇയാൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തിയെന്ന് കണ്ടപ്പോൾ അയാൾ പിന്നെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. മിണ്ടാതെ അങ്ങനെ ഇരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പം മറ്റേ ഭാഗത്ത് നിന്ന് രമേശ് നാരായണനും ഇയാളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണല്ലോ. പിന്നെ അവസാനം അയാള് ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ പിന്നെ മോനെ എന്നെ ഒന്ന് വിളിക്കണം, സംസാരിക്കണം, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വിളിക്കണം എന്നൊരു മെസ്സേജ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ ആ മെസ്സേജ് എത്തുന്നു. ഇന്ന് രാവിലെയാണ് ആസിഫ് അലി ഇത് ആസിഫ് അലി എന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കോളേജിലെ ഫംഗ്ഷന് പോയ സമയത്ത് അവിടെ എല്ലാ പത്രക്കാരുള്ളത് കൊണ്ട് അവിടെ വെച്ചാണ് ആസിഫ് അലി സംസാരിച്ചത്. അപ്പൊ അയാള് വളരെ ഇതായിട്ട് രമേശ് നാരായണനായിട്ട് സംസാരിക്കുകയും രമേശ് നാരായണൻ അത് ഒരു തെറ്റ് ഇങ്ങനെ പറ്റിയതാണ്, അങ്ങനെ പറ്റിപ്പോയൊരു തെറ്റാണ്. കാരണം അയാളെ സ്റ്റേജിലേക്ക് വിളിക്കാതെ അയാളെയും കൂടി വിളിച്ച് അവിടെ ആദരിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ അയാളെ വിളിച്ചു വരുത്തി ഓഡിയൻസിന്റെ നടുവിൽ ഇരുത്തിക്കൊണ്ട് അയാളെ ഒരു അവഹേളിച്ച മാതിരി അയാളെ മനസ്സിലുണ്ടായ ആ ഒരു വിഷമം നിൽക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് അയാൾ ആസിഫ് അലിയോട് സമ്മതിച്ചുകൊണ്ട് അയാൾ അതിനെ ഒരു സോറി പറയുന്ന തരത്തിൽ സംസാരിച്ച് അവർ തമ്മിൽ അതൊരു ഒത്തുതീർപ്പായി. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു സംഗതിയും ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയി അതിനെ ഒരു ബോറാക്കേണ്ട ആവശ്യമില്ലല്ലോ. രമേശ് നാരായണനും തിരുവനന്തപുരത്ത് വെച്ച് അയാൾ തിരുവനന്തപുരത്ത് ഇവർ രണ്ടുപേരും എന്തെങ്കിലും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ ഇപ്പൊ ഒരാൾ എറണാകുളത്തുണ്ട്, ഒരാൾ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഇന്ന് കാണാനൊന്നും പറ്റില്ല, മറ്റൊരു അവസരത്തിൽ കാണാമെന്നും രണ്ടുപേരും ഒരുമിച്ചിരിക്കും എന്നും ഒക്കെ പറഞ്ഞു. അവരെ എന്തായാലും വളരെ ആരോഗ്യപരമായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് രണ്ടുപേരും നിൽക്കുന്നത് ഒരു കലയുടെ ഇതിലാണ്. അപ്പൊ അതിന്റെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി അവരത് രണ്ടുപേരും ഒത്തുചേർന്നതായി. പക്ഷെ അവിടെയൊക്കെ കുറെ മൈക്കും പിടിച്ചിരിക്കുന്ന നമ്മളെ പത്രക്കാരുണ്ടായിരുന്നു, വളരെ മാപ്രകൾ എന്ന് അറിയപ്പെടുന്നവരെല്ലാവരും മൈക്കൊക്കെ പിടിച്ചിരുന്നു കൊണ്ട് 100,000 ചോദ്യം ചോദിച്ച് ഇവരെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വളരെയധികം ശ്രമിച്ചു നോക്കി. പക്ഷെ ആ കുത്തിത്തിരിപ്പില് രണ്ടുപേരും പെട്ടിട്ടില്ല. ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞ് രമേശ് നാരായണൻ അവിടെ വെച്ചു അങ്ങ് ഇതായി സ്കൂട്ടായി. അതേ തരത്തിൽ ഇയാളും അങ്ങനെ പോയി.
പക്ഷെ ഇന്നലെയൊക്കെ ഈ റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഏതോ ഒരു സംവിധായകനാണെന്ന് പറയുന്ന ആളൊക്കെ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആസിഫ് അലി ഒരു മുസ്ലിം ആയത് കൊണ്ട് ഉണ്ടായതാണ് അങ്ങനെ എന്നൊക്കെ വളച്ചൊടിച്ചു പറയാൻ വേണ്ടി ശ്രമിച്ചു. ഏതായാലും അങ്ങനെയുള്ള ആൾക്കാര് ഈ ഈ സഖാക്കളും കോൺഗ്രസ്സുകാരുമായ ചില സംവിധായകന്മാരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് അവിടെയും വർഗീയത കൊണ്ടുപോയി എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിലും എന്തെങ്കിലും നേട്ടം രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വൃത്തികേടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ ഇല്ലാതിരുന്നാൽ ആരോഗ്യപരമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ കേരളത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വ്യക്തമായി സംസാരിക്കണം. ഒരുപാട് മുസ്ലിം സഹോദരന്മാരൊക്കെ ഇതിൽ കമന്റുകളൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ. ആരും അങ്ങനെ ഒരു മോശമായ കമന്റുകൾ ഇട്ടില്ല. ആരും ഒരു വൃത്തികേടുകളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിജീവികളാണെന്ന് നടിച്ച് നടക്കുന്ന ചിലവരുണ്ട്. അവർ മാത്രം ഇതിനെയൊക്കെ വളച്ചൊടിക്കാനും അതിനെ ഒന്ന് ഒന്ന് തീക്കൊളുത്താൻ വേണ്ടി ഈ മാധ്യമങ്ങളും ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടുന്ന് വെറുതെ ചോദിക്കുമ്പോൾ അല്ല അപ്പൊ അത് ഇങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം ഉണ്ടായോ, നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു കുത്തൽ വന്നോ? അയാള് പറയാണ് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാനിതിലൊക്കെ വളരെ ക്ലീൻ ആയിട്ട് വളരെ അയാൾക്ക് അങ്ങനെ പറ്റിപ്പോയതായിരിക്കാം, എന്ന് സംഭവിച്ചു പോയതാണെന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. പിന്നെ അത് കൂടാണ്ട് കേരളത്തിലുള്ള എല്ലാ മലയാളികളും, എന്റെ സിനിമ കാണുന്ന എല്ലാ മലയാളികളും, എന്നെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികളും എന്റെ കൂടെ നിന്നു എന്നുള്ളത് ഞാൻ അവരോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞപ്പോ അതിനും ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം ഉണ്ടായി. അപ്പൊ ആ നന്ദി പറഞ്ഞു എന്ന് പറയുന്നത് അതിങ്ങനെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ചോദ്യച്ച് അയാൾ കാണിച്ചതിനോട് ഉണ്ടായ ഒരു സങ്കടം ഉണ്ടായല്ലോ. അതുകൊണ്ട് നിങ്ങളെ വിഷമത്തിൽ പങ്കുചേർന്നവരോടാണോ നന്ദി പറയുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ഉൾട്ട് ചോദ്യം, ചെറിയ ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം അവിടെയും ചില മാധ്യമങ്ങളുടെ ജേർണലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ മാധ്യമങ്ങൾ തന്നെ ശ്രമിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ അത്രയൊരു മോശമാകാതിരിക്കാൻ ഇരുന്നാൽ നല്ലതാണ്. ജനങ്ങൾക്ക് അത്രയൊന്നുമില്ല. ഇപ്പോ കഴിഞ്ഞ കാലത്ത് കേന്ദ്രമൊക്കെ ഭരിച്ചവരോട് നിങ്ങൾ മാക്സിമം അങ്ങനെ ഹിന്ദുവിനെയും മുസ്ലിമിനെയൊക്കെ വേറെ വേറെ നിർത്തിക്കൊണ്ട് അവരെയൊക്കെ വേറെയാക്കിക്കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിക്ക് നിങ്ങളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളെ മോശമാക്കാൻ, ഹിന്ദുക്കൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിനെ എങ്ങനെയൊക്കെ അടിച്ചമർത്തി താഴോട്ട് ആക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതൊന്നും ഏതായാലും നടക്കില്ലെന്ന് ഇവർ രണ്ടുപേരും കാണിച്ചു തന്നു. കാരണം അവര് ഓപ്പണായിട്ട് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് വളരെ വൃത്തിയായി സംസാരിച്ചു, വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ആരും തന്നെ വർഗീയത കൊണ്ടുവരരുത്, വർഗീയത കൊണ്ടുവന്ന് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചു വിടരുത്, തിരിച്ചു വിട്ടുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കരുത്. ഇത് പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ദോഷമുണ്ടാകും. രമേശ് നാരായണൻ പ്രത്യേകം പറഞ്ഞു, അയാളെ ഗുരുക്കന്മാരെല്ലാവരും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരാണ്. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരെല്ലാവരും മുസ്ലിം തന്നെയാണ്, എല്ലാവരും ഭായിമാരാണ്. അവരെയൊക്കെ അനുകരിച്ചുകൊണ്ട് അവരാണ് എൻ്റെ ഗുരുക്കന്മാർ, അവരെടുത്തു പോയാണ് ഞാൻ ഈ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചതെന്ന് വരെ അയാൾ പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ഗുരുക്കന്മാരായിട്ട് അവരെ കാണുന്ന അയാളോട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു ശരിയില്ലാത്തതാണ്. അപ്പൊ ഇവര് രണ്ടുപേരും അത് കറക്റ്റ് സമയത്ത് അതിനെ പ്രതികരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു വർഗീയതയിലേക്ക് ഇത് കൊണ്ടുപോകരുത്, ആ വർഗീയ ചൊവ്വയോട് ഇത് കൊണ്ടുപോയി ഈ ആൾക്കാരുടെ ഇടയിൽ ഇനിയും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്ന് നല്ലൊരു സന്ദേശമാണ് അവർ കൊടുത്തത്. അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള നല്ലൊരു സന്ദേശമാണ് രണ്ടുപേരും കൊടുത്തത്. അതിന് അവർക്ക് രണ്ടുപേർക്കും ഒരു ബിഗ് സല്യൂട്ട്
ഡബിൾ ബാരലിന്റെ പേരിൽ ഞങ്ങൾ കൊടുക്കുകയാണ്. ഏതായാലും ആ ഒരു പ്രശ്നം ഇത്ര രമ്യതയോടുകൂടി നല്ലൊരു രീതിയിൽ രണ്ടുപേരും അന്യോന്യം സംസാരിച്ച് തീർത്തതിൽ വളരെ സന്തോഷം തോന്നുന്നു. നമസ്കാരം. ഇന്ന് ഈ ഒരു ഈ ഒരു സംസാരം ഞങ്ങളിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരട്ടെ. നമസ്തേ.